ഇപ്പൊ എനിക്കൊരു അനുഭവം ഉണ്ട്. എന്റെ ചേട്ടത്തിയുടെ മോള് വെളിയിലായിരുന്നു. അവിടെ ചെന്ന് അവിടെ ഒരു വീട്ടിൽ പണിക്ക് എന്നതാ. അവിടെ ചെന്നപ്പോ അതിന് പീഡനം കൊണ്ട് സഹിക്കാൻ വയ്യാതെ സഹിയിട്ട് അവസാനം ഞാനും എന്റെ ചേട്ടത്തി അനിയത്തിയും കൂടെ സാറിന്റെ വീട്ടിൽ ചെന്ന് ഒരു പേപ്പർ എഴുതി കൊടുത്ത് 5ന്റെ അന്ന് എന്റെ വീട്ടിൽ എന്റെ മോള് വന്നു. അങ്ങനെ ഒരു ഉപകാരം ഉണ്ടായി. 5ന്റെ അന്ന് വന്ന് എന്റെ വീട്ടിൽ അവള് കിടന്ന് കഷ്ടപ്പെട്ട് അടുത്തൊരു മലയാളി പറഞ്ഞത് എന്താന്ന് വെച്ചാൽ നിങ്ങൾ വീട്ടിൽ വിളിച്ചു പറഞ്ഞാൽ അവൾക്ക് ഫോൺ ചെയ്യാൻ അവളെ ഫോൺ പോലും കയ്യിലില്ല. എങ്ങനെ സംഭവിച്ചെന്ന് ഞങ്ങൾക്ക് അറിഞ്ഞൂടെ. എങ്ങനെ ഒരു ദിവസം രാത്രി 11 മണിക്ക് അവള് വിളിച്ച് കരഞ്ഞ് എന്നെ എങ്ങനെങ്കിലും നാട്ടിലെത്തിക്കും. ആളിവിടെ നിപ്പുണ്ട്, ഇവിടെ എവിടെ ഇപ്പുണ്ട്. അങ്ങനെ ഞങ്ങൾ വെളുപ്പിലെ സാറിന്റെ വീട്ടിൽ ചെന്നു. അതെന്തായാലും അത് തന്നെ. അതെന്താ RSP നിന്നപ്പോഴും ഞങ്ങൾ വോട്ട് ഈ നേതാവിന് തന്നെ ആയിരുന്നു. അതിന് യാതൊരു സംശയമില്ല. ആളുകളുടെ അവരുടെ പ്രതികരണം കണ്ടല്ലോ, എന്താണ്? ഞാൻ ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നത് രാഷ്ട്രീയ രംഗത്തും പൊതുരംഗത്തുമൊക്കെ പ്രവർത്തിക്കുന്ന ബുദ്ധിമാന്മാരെന്ന് പൊതുവെ പരക്കെ വിശ്വസിക്കുന്ന അവരെക്കാളൊക്കെ എത്രയോ എലൈറ്റായിട്ടാണ്, എത്രയോ വിവേകത്തോടു കൂടിയാണ് കശുവണ്ടി തൊഴിലാളികൾ പ്രതികരിക്കുന്നത്. ഞങ്ങളൊക്കെ മറന്നുപോയതാണ്. ജീവൻ രക്ഷാ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് ഒരു ചെറുപ്പക്കാരന്റെ തലയ്ക്ക് ഹെൽമറ്റ് കൊണ്ടും ചെടിച്ചട്ടി കൊണ്ടും തല്ലി അവനെ കൊലപ്പെടുത്താൻ ശ്രമിക്കുന്ന സംഭവത്തെ സംബന്ധിച്ച് കേരളത്തിന്റെ മുഖ്യമന്ത്രി എന്ന് പറഞ്ഞത് ഇത് ജീവൻ രക്ഷാ പ്രവർത്തനമാണെന്നാണ്. ഞങ്ങളൊക്കെ മറന്നുപോയി ആ സംഭവം. കശുവണ്ടി തൊഴിലാളികൾ ഇപ്പോഴും ഓർത്തുവെച്ച് പ്രതികരിക്കുകയാണ്. ഇതാണ് കേരളത്തിലെ വോട്ടർമാർ എന്നുള്ള കാര്യം CPM മനസ്സിലാക്കണം. ഇതിന്റെയൊക്കെ അതിശക്തമായിട്ടുള്ള പ്രതികരണം വരുന്ന തെരഞ്ഞെടുപ്പിൽ തീർച്ചയായിട്ടും ഉണ്ടാകും. ഇതിപ്പോ ആദ്യമായിട്ടാണ് തൊഴിലാളി ഇതുപോലെ കശുവണ്ടി, അപ്പൊ ആദ്യത്തെ ദിവസം തന്നെ പോസിറ്റീവായിട്ടാണ്. ഇതിപ്പോ 4ാമത്തെ ഫാക്ടറിയാണ്. ഞാൻ ഇനിയും 2-3 ദിവസം എടുത്ത് മുഴുവൻ ഫാക്ടറികളിലും പോകും. ഏറ്റവും അനുകൂലമായിട്ടുള്ള പ്രതികരണമാണ് കശുവണ്ടി തൊഴിലാളികളുടെ ഭാഗത്തുനിന്ന് ലഭിക്കുന്നത്. അത് അവര് രാഷ്ട്രീയം വെച്ചിട്ടല്ല പറയുന്നത്. അവരുടെ കാര്യം ഞാൻ കശുവണ്ടി തൊഴിലാളികൾ പറഞ്ഞ എന്ത് പ്രശ്നമായാലും അത് ഞങ്ങൾക്ക് സാധിച്ചു തരുമെന്ന് നല്ല വിശ്വാസമുണ്ട്. ആ ജയിക്കും. പൂർണ്ണ എന്താരോട് പറയാ, പൂർവശത്തോടുകൂടി ജയിച്ചിരിക്കും. ഞങ്ങൾ കശുവണ്ടി തൊഴിലാളികളാ പറയുന്നത്. കാലം തൊട്ടേ വോട്ട് ചെയ്യാ അമ്മച്ചി ഇപ്പോഴും ഉണ്ട്. ഇനി മരിക്കാൻ അല്പ ദിവസമേ ഉള്ളൂ. ഇപ്പോഴും ജയിച്ചിരിക്കും. അതാണ് ബലം. ഒരു സംശയവും ഇല്ല.